ഹായ് ഓൾ. 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പാർട്ട് 4 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 15 കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. സോ നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എക്സാമ്പിൾ ഞാൻ എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അതേ എക്സാമ്പിൾ തന്നെയാണ്. 1, 11, 21, 31 അങ്ങനെ പോകുന്നൊരു സീക്വൻസ്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ 1ലാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 നിന്ന് 11ലേക്ക് പോകുമ്പോൾ 10 ആണ് ആഡ് ചെയ്തത്. വീണ്ടും 10 ആഡ് ചെയ്തു, വീണ്ടും 10 ആഡ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് വിളിച്ചത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിച്ചത്. സോ അടുത്ത ടേം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ടേം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾ 31നോട് ഒരു 10 ആഡ് ചെയ്യും, 41 എന്ന് കിട്ടും. വീണ്ടും 41നോട് നിങ്ങൾ 10 ആഡ് ചെയ്യും, എന്ത് കിട്ടും? 51 കിട്ടും. ഈസിയാണ്. അപ്പോൾ ഒരു ടേമും കോമൺ ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ ഈ 10നെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോമൺ ഡിഫറൻസ് എന്നാണ് അല്ലേ. ഒരു ടേമും കോമൺ ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ടേംസും തൊട്ട് പുറകിലുള്ള ടേംസും ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ ഇവിടെ 41 ആണ് തന്നത്. ഈ ടേം അറിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? -10 ചെയ്താൽ മതി. ഇനി ചോദ്യം അതല്ല. ഇവിടെ ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം നമുക്ക് തന്നിട്ടില്ല, തേർഡ് ടേം 11 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കോമൺ ഡിഫറൻസും തന്നിട്ടില്ല. ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം എന്താണ്? 11 ആണ്. അപ്പം ഈ സെക്കൻഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇവിടുത്തെ പരിപാടി നോക്കാം. 1 ഈ സെക്കൻഡ് ടേം കിട്ടാൻ നമ്മൾ എന്തായാലും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. നമ്മൾ കോമൺ ഡിഫറൻസിനെ ഇനി മുതൽ ഞാൻ ഡി എന്ന് വിളിക്കുകയാണ്. ഡിഫറൻസ് ഡി ആയതുകൊണ്ട് ഡി എന്ന് ഡിനോട്ട് ചെയ്യാണ്. ടെക്സ്റ്റ് ബുക്കുകളും അങ്ങനെയാണ് സാധാരണ ഡിനോട്ട് ചെയ്യാറ്. അപ്പം ഇവിടുന്ന് ഒരു കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യണം. വീണ്ടും ഇവിടുന്ന് 11ലേക്ക് എത്താൻ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് 1 നിന്ന് 11ലേക്ക് എത്താൻ എത്ര കോമൺ ഡിഫറൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തത്? 2 കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്തത്. അഥവാ അതിനൊന്ന് തിരിച്ച് പറയുകയാണെങ്കിൽ ഈ 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 11 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 10. ആ 10 അല്ലേ ഈ കാണുന്ന ആഡ് ചെയ്ത നമ്പർ. അപ്പം 2 കോമൺ ഡിഫറൻസ് ആണ് 10. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 10/2 ആയിരിക്കും. 10/2 എത്രയാണ്? 5. ഇവിടെ കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1ഉം 5ഉം കൂട്ടി എത്ര കിട്ടും? 6. ഇവിടെയും 5 ആഡ് ചെയ്യുക. 6നോട് 5 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 11 എന്നുള്ള നമ്പർ കിട്ടും. അപ്പം ഈ പരിപാടി ഒന്ന് നമ്മൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നേരിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ സം ഓഫ് ദ ടേംസ് ആർ നോട്ട് റിട്ടേൺ ബട്ട് ഇൻഡിക്കേറ്റഡ് ബൈ എ സർക്കിൾ. ഒരു സർക്കിൾ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദീസ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ താഴെ തന്നിരിക്കുന്ന ആളുകളൊക്കെ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലൊക്കെ തന്നെ ചില വട്ടങ്ങൾ, സർക്കിൾസ് കാണുന്നുണ്ടല്ലേ. അതൊക്കെ അതിൽ ടേംസ് ആണ്. ആ ടേംസ് ആരാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ അത് കണ്ടുപിടിക്കണം. ആ ടേംസ് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 24ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തൊട്ടടുത്ത ടേം 42 ആണെന്ന് പറയുന്നുണ്ട്. അടുത്ത 2 ടേംസ് എന്ത് ചെയ്തില്ല? തന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നോക്കിക്കോ, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എന്താ? ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു നമ്പർ ആഡ് ചെയ്യുന്നു, വീണ്ടും അതേ നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. ഈ ആഡ് ചെയ്ത് പോകുന്ന നമ്പറിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് മൊത്തമായിട്ട് എഴുതുന്നതിന് പകരം തൽക്കാലം ഡി എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. കാര്യം മനസ്സിലാക്കുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ടേമിൽ നിന്ന് തൊട്ട് പിറകിലുള്ള ടേം മൈനസ് ചെയ്യാം. അപ്പോൾ 42 - 24 ചെയ്താൽ മതി. 42 - 24 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 18 അല്ലേ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 18 ആണ്. സോ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് തൊട്ടടുത്ത ടേം കിട്ടാൻ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഒരു 18 ആഡ് ചെയ്യണം. 42ഉം 18ഉം കൂട്ടിക്കോ. 42 + 18 എത്ര കിട്ടുക? 60 എന്ന് ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ഈ ടേം എത്രയാണ്? 60. തേർഡ് ടേം ആണത്. തേർഡ് ടേം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ട്. ഇനി തൊട്ടടുത്ത ടേം കിട്ടാൻ വീണ്ടും നമ്മൾ എന്ത് ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. 18 ആഡ് ചെയ്യണം. അപ്പോൾ ഫോർത്ത് ടേം 60നോട് 18 ആഡ് ചെയ്യുന്നു. 60 + 80 എന്ന് പറഞ്ഞാൽ 78 എന്ന് കിട്ടും. അപ്പോൾ ഇത്
78 എന്ന് കിട്ടി. അപ്പോൾ തൊട്ടടുത്ത രണ്ട് നമ്പേഴ്സ് നമ്മൾ കിട്ടി, 60യും 78ഉം. ഓക്കെ, ഇത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ഈ ഒരു ടേമും ഇല്ല, ഈ ഒരു ടേമും ഇല്ല. അപ്പോൾ നമുക്ക് അതുപോലെ ഇവിടേക്ക് കോപ്പി ചെയ്യാം. ആദ്യത്തെ ടേം തന്നിട്ടില്ല, രണ്ടാമത്തെ ടേം 24ആണ്, മൂന്നാമത്തത് 42ആണ്, അടുത്തത് എന്താണ് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെയും വ്യത്യാസമൊന്നുമില്ല. ഇവിടെ 24ലാണ് തുടങ്ങിയത്, ഇവിടെ 24 രണ്ടാമത്തെ ടേമാണെന്നേ ഉള്ളൂ. സോ അടുത്തടുത്ത ടേംസ് ഏതൊക്കെ തന്നെയാണ്? 24ഉം 42ഉം തന്നെയാണ്. അപ്പം ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 42 മൈനസ് 24 തന്നെ, എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കിട്ടിയ 18 തന്നെ. ഇനി നോക്കിക്കോ, ഈ ഒരു ടേം കിട്ടാൻ, ഫോർത്ത് ടേം കിട്ടാൻ നമ്മൾ 18 ആഡ് ചെയ്യും അല്ലേ? 42 18 ആഡ് ചെയ്ത് എത്ര കിട്ടുക? 60ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ എഴുതി വെക്കാം, ഫോർത്ത് ടേം ഈക്വൽ ടു 42 പ്ലസ് 18 സീക്വൽ ടു 16 എഴുതി വെക്കാം അല്ലേ? ഇനി അതുപോലെ ഇവിടെ ഇത് 24 അല്ലേ? ഈ 24 ആക്ച്വലി എങ്ങനെ കിട്ടിയത്? ഈ ടേമിനോട് 18 ആഡ് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് തൊട്ട് പിറകിലുള്ള ടേം കിട്ടാൻ വേണ്ടിയിട്ട് മൈനസ് എന്ത് ചെയ്താൽ മതി? 18 ചെയ്താൽ മതി. അപ്പോൾ 24 മൈനസ് 18 എന്ന് വരും. 24 മൈനസ് 18 എത്രയാണ്? 6 അല്ലേ? 6 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 24 മൈനസ് 18 ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മിസ്സായ രണ്ട് ടേംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരാൾ 6 ആണ്, ഒരാൾ എന്താണ് 16 ആണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. രണ്ട് ടേം ഇല്ല, പിന്നെ രണ്ട് ടേം 24ഉം 42ഉം ഒക്കെ നേരത്തത് അതേപോലെ തന്നെയാണ് അല്ലേ? അപ്പോൾ തേർഡ് സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ആദ്യത്തെ ടേം ഇല്ല, രണ്ടാമത്തെ ടേം ഇല്ല, പിന്നെ 24 ഉണ്ട്, ഒരു 42 ഉണ്ട്. ഓക്കെ, ഇവിടെയും കോൺസിക്യൂട്ടീവ് ടേംസ് അല്ലെങ്കിൽ അടുത്തടുത്ത ടേംസ് 24ഉം 42ഉം തന്നെയാണ്. അപ്പോൾ ഇവിടത്തെയും കോമൺ ഡിഫറൻസ് എന്ത് തന്നെയാണ്? 42 മൈനസ് 24 അല്ലേ? 18 തന്നെയാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ടേമാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ പുറകോട്ട് വരുമ്പം എന്താ സംഭവിക്കുക? മൈനസ് 18 ആണ് വരിക, പ്ലസ് 18 അല്ല, മൈനസ് 18 അല്ലേ? 24ന്ന് 18 കുറച്ചാൽ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു എത്ര കിട്ടുക? 6 ആണ് കിട്ടുക. അതുപോലെ ഇവിടുന്ന് തൊട്ട് മുമ്പത്തെ ടേമിലേക്ക് വരാൻ വീണ്ടും മൈനസ് 18, 6ന്ന് 18 കുറച്ചാൽ എത്ര കിട്ടുക? മൈനസ് 12 അല്ലേ കിട്ടുക? മൈനസ് 12 എന്ന് കിട്ടും. അപ്പം നമുക്ക് കിട്ടി സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു 24 മൈനസ് 18 6. ഫസ്റ്റ് ടേം ഈക്വൽ ടു 6 മൈനസ് 18 ഈക്വൽ ടു മൈനസ് 12, മൈനസ് 12 എന്നാണ് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. നോക്കിക്കോ, ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഉണ്ട്, ഫോർത്ത് ടേമും ഇല്ല. അപ്പോൾ അതുപോലെ ഒന്നിങ്ങോട്ട് കോപ്പി ചെയ്യാം. ആദ്യം ഫസ്റ്റ് ടേം 24, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം 42, ഫോർത്ത് ടേം തന്നിട്ടില്ല. ശ്രദ്ധിച്ചേ, ഇവിടെ ഈ 24ന്ന് ഇവിടേക്ക് വരുമ്പോൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പ്ലസ് ഡി എന്ന് കൊടുത്തു. വീണ്ടും അപ്പോൾ ഇവിടെ ടേം ഉണ്ടാവും കേട്ടോ. ആ ടേം നമുക്ക് അറിയില്ല എന്നേ ഉള്ളൂ. ആ ടേമിന്ന് തൊട്ടപ്പുറത്തേക്ക് ചാടിയപ്പോഴും എന്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എന്ന് വെച്ചാൽ 24ന്ന് നേരെ 48ലേക്ക് ചാടാൻ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ട്? 2 കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ 2 കോമൺ ഡിഫറൻസ് ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 കോമൺ ഡിഫറൻസ് വരും. അപ്പോൾ 2d ഈക്വൽ ടു 42 മൈനസ് 24 എന്ന് കിട്ടും, വിച്ച് മീൻസ് 18. എടാ 2d 80 ആണെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 18 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും, 9 ആയിരിക്കും. സോ നേരത്തെ പോലെ 18 അല്ല, ഇവിടെ 9 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് അയാളൊന്ന് എഴുതി വെക്കാം. ആദ്യത്തെ ടേം 24, രണ്ടാമത്തെ ടേം നമുക്ക് മിസ്സിംഗ് ആണ്. കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. അപ്പോൾ പ്ലസ് 9 ഇട്ട് കൊടുത്തു. 24ഉം 9ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 33 ആണ് കിട്ടുക. വീണ്ടും അടുത്ത ടേം നമുക്ക് തന്നിട്ടുണ്ട് 42 ആണ്. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ തന്നിട്ടില്ല.
ഒന്ന് വെറുതെ ആഡ് ചെയ്ത് നോക്കി. 33ഉം 9ഉം കൂട്ടിയാലാണോ 42 കിട്ടുക? അതെ, 33നോട് 9 കൂട്ടിയാലാണ് 42 കിട്ടുക. ഇനി അടുത്ത ടേം കിട്ടാൻ വീണ്ടും നമ്മൾ എന്ത് ആഡ് ചെയ്യും? +9 ആഡ് ചെയ്യും. 42 + 9 എത്ര കിട്ടുക? 51 ആണല്ലേ കിട്ടുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി 33 ആൻഡ് ഫോർത്ത് ടേം കിട്ടി 51. വേണമെങ്കിൽ താഴെ എഴുതി വെക്കാം. സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു 33, ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു 51. ഞാൻ തൽക്കാലം എഴുതുന്നില്ല, നേരിട്ട് അടുത്ത സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫസ്റ്റ് ടേം മിസ്സിങ്, പിന്നെ 24 മിസ്സിങ് 42. ഒന്നും എഴുതി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 അല്ലല്ലോ, 5. ഫസ്റ്റ് ടേം മിസ്സിങ് ആണ്, സെക്കൻഡ് ടേം 24 ആണ്, തേർഡ് ടേം മിസ്സിങ് ആണ്, ഫോർത്ത് ടേം 42 ആണ്. ഓക്കെ, എടാ നേരത്തെ അതേ പരിപാടി തന്നെയാണ്. 24ൻ്റെയും 42ൻ്റെയും പ്ലേസ് ഒന്ന് മാറിയെന്നേ ഉള്ളൂ. നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. വിച്ച് മീൻസ് 24ന്ന് 48ലേക്ക് ചാടാൻ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് നമ്മൾ കൂട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 2 കോമൺ ഡിഫറൻസ് ആണ് ഇവരുടെ ഡിഫറൻസ്. 42 - 24 അതെത്രയാണ്? 18 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 18 / 2 9 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടി നമുക്ക് 9 ആണ്. ഇനി ഓരോ ടേമും കണ്ടുപിടിക്കാം. ആദ്യത്തെ ടേം മിസ്സിങ് ആണല്ലേ, കണ്ടുപിടിക്കാം. പിന്നത്തെ ടേം 24, വീണ്ടും മിസ്സിങ്, വീണ്ടും 42. നോക്കിക്കോ, ഈ 24ന്ന് ഇവനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 9 ആഡ് ചെയ്യും. 24ഉം 9ഉം 33. അതിനോട് 9 കൂട്ടിയാൽ തന്നെയല്ലേ 42 കിട്ടുക? അതെ. തൊട്ട് മുമ്പത്തെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? -9 ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. 24ന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 15 അല്ലേ കിട്ടുക? 15ഉം 9ഉം 24. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 15, തേർഡ് ടേം ഇസ് ഈക്വൽ ടു 33. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ആദ്യത്തെ ടേം 24, പിന്നെ 2 എണ്ണം മിസ്സിങ് ആണ്, പിന്നെ 42. ഓക്കെ, ചെയ്ത് നോക്കാം. താഴോട്ടായിക്കോട്ടെ. 6th ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം 24, മിസ്സിങ്, വീണ്ടും മിസ്സിങ്, പിന്നെ 42. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുമ്പോൾ എന്താ ആഡ് ചെയ്തിട്ടുണ്ടാവും? ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ്. വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുമ്പോൾ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുമ്പോഴോ അവിടെയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ 24ന്ന് നമ്മൾ 48 എത്താൻ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു? 1, 2, 3. 3 വട്ടം ആഡ് ചെയ്തു. അപ്പോൾ 3 കോമൺ ഡിഫറൻസ് എഴുതി വെക്കാം. ഇവിടെയൊക്കെ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 3 ടൈംസ് കോമൺ ഡിഫറൻസ്, 3 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ നമ്മളുടെ ഡിഫറൻസ് അല്ലേ. 42ഉം 24ഉം നമ്മളുടെ ഡിഫറൻസ്. 42 - 24 ആണ്. 42ന്ന് 24 കുറച്ചാൽ 18 ആണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 3 × d = 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആവും. 18 ഹരിക്കണം 3 എത്ര കിട്ടുമോ? 6 എന്ന് കിട്ടും. 18 ഹരിക്കണം 3 = 6. ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ നമ്പർ 24, കോമൺ ഡിഫറൻസ് അറിഞ്ഞു 6 ആണ്. അപ്പം നമ്മൾ അടുത്ത നമ്പർ കിട്ടാൻ +6 ചെയ്താൽ മതി. +6 ചെയ്തപ്പോൾ എത്ര കിട്ടി? 24ഉം 6ഉം 30 എന്ന് കിട്ടി. ആ മിസ്സിങ് നമ്പർ കിട്ടി. വീണ്ടും +6, 30ഉം 6ഉം 36. അടുത്ത നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 42 ആണ്. ഒന്ന് നോക്കിക്കേ, ഈ 42 കിട്ടിയത് 36നോട് 6 കൂട്ടിയിട്ടാണോ? 36ഉം 6ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 42 കിട്ടും. അപ്പോൾ നമുക്ക് മിസ്സായ ടേംസ് സെക്കൻഡും തേർഡും ആയിരുന്നു. സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു 30, തേർഡ് ടേം ഇസ് ഈക്വൽ ടു 36. അത്രയും എഴുതിയാൽ അതിൻ്റെ ആൻസർ പൂർണ്ണമായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ നമ്മളൊന്ന് നോക്കണം. കാരണം ഇതിലാണ് അതിൻ്റെ കോൺസെപ്റ്റ് ഉള്ളത്. നോക്കിക്കോ, കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേംസ് ആണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ. ആ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പ്രത്യേകത എന്താ? വിത്ത് തേർഡ് ടേം 37 ആൻഡ് 7th ടേം 73.
ഒരു ഒറ്റ ഡാറ്റ ഇവിടെ തന്നിട്ടുള്ളൂ. തേർഡ് ടേം 37 ആണ്. സെവൻത്ത് ടേം എത്രയാണ്? സെവൻത്ത് ടേം 73 ആണ്. ഇതിൻ്റെ ആദ്യത്തെ 5 ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കോ, നമുക്കിവിടെ തന്നിരിക്കുന്നത് ആദ്യം കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു തേർഡ് ടേം തന്നിട്ടുണ്ട് അല്ലേ, അതെത്രയാണ്? 37 ആണ്. തേർഡ് കഴിഞ്ഞാൽ പിന്നെ ഫോർത്ത് ഉണ്ടാവും, ഫിഫ്ത്ത് ഉണ്ടാവും, സിക്സ്ത്ത് ഉണ്ടാവും, പിന്നെ സെവൻത്ത് ഉണ്ടാവും. ആ സെവൻത്ത് എത്രയാണ് തന്നത്? 73 ആണ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഈ തേർഡ് ടേമിനോട് നമ്മളൊരു കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഫോർത്ത് ടേം കിട്ടും. ആ ഫോർത്ത് ടേമിനോട് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഫിഫ്ത്ത് ടേം കിട്ടും. ഫിഫ്ത്ത് ടേമിനോട് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ സിക്സ്ത്ത് കിട്ടും. സിക്സ്ത്തിനോട് വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടിയത്? സെവൻത്ത് ടേം കിട്ടിയത്. എന്ന് വെച്ചാൽ തേർഡ് ടേമിൽ നിന്ന് സെവൻത്ത് ടേം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടി? 1 2 3 4 4 പ്രാവശ്യം കൂട്ടി, 4 കോമൺ ഡിഫറൻസ് കൂട്ടി. പക്ഷേ ഇങ്ങനെ വലിയ വലിയ ക്വസ്റ്റ്യൻസ്, വലിയ ഡിഫറൻസ് അല്ലെങ്കിൽ തേർഡും ഒരു 100 ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഡി 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു ചെറിയ കാര്യമുണ്ട്. നോക്കിക്കോ, ഈ തേർഡും സെവൻത്തും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 7 - 3 അല്ലടാ 4 എന്ന് പറഞ്ഞാൽ. അപ്പം ഇവരുടെ പൊസിഷനായ 7ഉം 3യും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് കൂട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കോ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 3യും 7ഉം തമ്മിൽ 4 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് കൂട്ടിയത്. അത് എത്രയാണ് കൂട്ടിയത്? നോക്കിക്കേ, 37 73 അല്ല ഇത്. അപ്പോൾ അവരുടെ ഡിഫറൻസ് എടുക്കുക. 73 മൈനസ് 37. 73ന്ന് 37 കുറച്ചതാണ്. അതല്ലെങ്കിൽ നമ്മളിവിടെ എഴുതുമ്പോൾ ഇവിടെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നോക്കുക. 73 മൈനസ് 37 എത്രയാണ് നോക്കുക. 73 മൈനസ് 37 എത്രയാണ്? 37 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ 77 കിട്ടില്ലേ. അപ്പോൾ 40 ഒരു 4 കുറയേണ്ടി വരും, 36. അതാണ് ആൻസർ കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈസിലി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 4 ടൈംസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 36. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 36 ഡിവൈഡഡ് ബൈ 4. ഇവിടുത്തെ ഇൻറ്റു 4 ഇങ്ങോട്ട് വരുമ്പം ഡിവൈഡഡ് ബൈ 4 ആയി. 36 ഹരിക്കണം 4 എത്രയാടാ? 9 ആണല്ലേ. 36ൽ 4 9 വട്ടം പോകും. ഇനി അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ടേംസ് കണ്ടുപിടിച്ചൂടെ? ഫസ്റ്റ് 5 ടേംസ് എന്നാണ് പറഞ്ഞത്. നോക്കിക്കേ, തേർഡ് ടേം 37 ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്ന് എഴുതാം. തേർഡ് ടേം നമുക്കറിയാം 37 ആണ്. ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ടേം ഇവിടെ ഉണ്ടാവും, ഫിഫ്ത്ത് ടേം ഇവിടേക്ക് ഉണ്ടാവും. ഇനി സെക്കൻഡ് ടേം ഇവിടെ ഉണ്ടാവും, ഫസ്റ്റ് ടേം ഇവിടേക്കും ഉണ്ടാവും അല്ലേ. അപ്പം ടെക്സ്റ്റിൽ പറയുന്ന രീതിയല്ല ഞാൻ പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. കോമൺ ഡിഫറൻസ് 9 ആയതുകൊണ്ട് തൊട്ടടുത്ത ടേം 37 9 കൂട്ടും 46 കിട്ടും. വീണ്ടും 9 കൂട്ടും +9, ഇവിടെയും +9, 46 9 55 കിട്ടും. പുറകോട്ട് വരുമ്പം 9 കുറയും, -9 വരും. 37 9 കുറഞ്ഞാൽ എത്ര കിട്ടുക? 28. 28 വീണ്ടും 9 കുറയും. 28 9 കുറയുമ്പോൾ എത്ര കിട്ടുക? 19 കിട്ടും. അങ്ങനെ വേണമെങ്കിൽ 5 ടേംസ് കണ്ടുപിടിക്കാം. ഇനി ടെക്സ്റ്റിൽ പറയുന്ന രീതിയും കൂടെ പറഞ്ഞുതരാം. തേർഡ് ടേം 37 ആണ്. ഇവിടെ സെക്കൻഡ് ടേം ഉണ്ട്, ഇവിടെ ഫസ്റ്റ് ടേം ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് തേർഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് വരാൻ 2 ടൈംസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം അല്ലേ. അപ്പം 2 ടൈംസ് നമ്മൾ കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. 37 മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ്, 2 ടൈംസ് 9. 37 മൈനസ് 18 കിട്ടും. 37 18 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? അതും 19 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ 19 ആദ്യം കണ്ടുപിടിക്കും, പിന്നെ വീണ്ടും 9 ഇങ്ങോട്ട് കൂട്ടും 28, അടുത്തതിന് 9 കൂട്ടും 46, അടുത്തതിന് 9 കൂട്ടും 55, അങ്ങനെ കണ്ടുപിടിക്കും. അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ചാപ്റ്ററിൻ്റെ മുമ്പോട്ട് പോകുമ്പം കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പഠിക്കും. തേർഡ് ചാപ്റ്ററും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതേ ക്വസ്റ്റ്യൻസ് വീണ്ടും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കും. അപ്പം നമ്മൾ ടെക്സ്റ്റ് പറയുന്ന അതേ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്തേ ഉള്ളൂ. അപ്പം നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ പേജ് നമ്പർ 15 സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം.
ദ ടു ടേംസ് ഇൻ സ്പെസിഫിക് പൊസിഷൻ ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. ചില പൊസിഷനിലുള്ള ടേംസിന് തന്നിട്ടുണ്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻ്റ്. റൈറ്റ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. ഓരോന്നിൻ്റെയും ആദ്യത്തെ 5 ടേംസ് നമ്മൾ എഴുതണം. ആദ്യത്തെ 5 ടേംസ് നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതണം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നൊന്നുമില്ല, ജസ്റ്റ് കാര്യം മാത്രം പറയുന്നുള്ളൂ. 3ൽ നിന്ന് 6ലേക്ക് ചാടിയല്ലേ? അപ്പോൾ എത്ര വട്ടം കോമൺ ഡിഫറൻസ് കൂടിയിട്ടുണ്ടാവും? ഞാനിവിടെ കോമൺ ഡിഫറൻസിനെ ഡി എന്ന് വിളിക്കുന്നുണ്ട്, നേരത്തെയൊക്കെ വിളിച്ച പോലെ തന്നെ. 3 നിന്ന് 6 എന്ന് പറഞ്ഞാൽ 6 മൈനസ് 3 നമ്മൾ ചെയ്ത് നോക്കുക. 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് കിട്ടുക. അപ്പോൾ 3D. 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ഇവിടെ ചാടിയിട്ടുണ്ട് അല്ലേ? 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ചാടിയിട്ടുണ്ട്. ടേമിൽ എന്ത് വ്യത്യാസം വന്നു? 34 നിന്ന് 67 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെയുള്ള ഡിഫറൻസ് എത്രയാണ്? 67 മൈനസ് 34. 67 നിന്ന് 34 മൈനസ് ചെയ്യണം. വേണമെങ്കിൽ ഇങ്ങനെ മൈനസ് ചെയ്ത് നോക്കാം. 67 മൈനസ് 34. 4 നിന്ന് 7ലേക്ക് എത്രയാണ്? 3. 3 നിന്ന് 6ലേക്ക് 3. 33 എന്ന് കിട്ടും. 33. അപ്പോൾ നോക്കിക്കോ, 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് 33. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 33 ഡിവൈഡഡ് ബൈ 3. ഈ കാണുന്ന ഇൻറ്റു 3 ഇങ്ങോട്ട് വരുമ്പം ഡിവൈഡഡ് ബൈ 3 എന്ന് വെച്ചാൽ 11 കിട്ടും. ഓക്കെ, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ഞാൻ തേർഡ് ടേം ഇവിടെ നിന്ന് എഴുതുകയാണ്. 34. 5 ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം തേർഡ് ടേം കഴിഞ്ഞാൽ 4th, 5th. തേർഡ് ടേമിൻ്റെ മുമ്പേ സെക്കൻഡ്, പിന്നെ ഫസ്റ്റ്. ഇപ്പോൾ ടെക്സ്റ്റിൽ പറയുന്ന പോലെ ഞാൻ ആദ്യം ഫസ്റ്റ് ടേമിൽ കണ്ടുപിടിക്കുന്നില്ല. ആദ്യം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ വരിക? തേർഡ് ടേമിൽ നിന്ന് 2 ടൈംസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം അല്ലേ? അപ്പോൾ തേർഡ് ടേം 34 ആണ്, മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആയ 11. 34 മൈനസ് 2 ഇൻറ്റു 11 എന്ന് കിട്ടും. അങ്ങനെ ഫസ്റ്റ് ടേം കിട്ടും. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഞാനിവിടെ ജസ്റ്റ് മൈനസ് ചെയ്ത് കൊണ്ടുവരികയാണ്. 34 എന്ന് ആദ്യം 11 മൈനസ് ചെയ്യും. 34 എന്ന് 11 മൈനസ് ചെയ്ത് എത്ര കിട്ടാം? 34 മൈനസ് 10 എന്ന് പറയാം 24 ആണ്. 24 ഒന്നും കൂടെ കുറച്ചാൽ 23. വീണ്ടും ഞാനൊരു മൈനസ് 11 ചെയ്യും. 23 11 കുറച്ചാൽ 23 10 കുറച്ചാൽ 12 23 10 കുറച്ചാൽ 13, 13 1 കുറച്ചാൽ 12. ഓക്കെ, ഈ ടേം കിട്ടാൻ, ഫോർത്ത് ടേം കിട്ടാൻ ഒരു പ്ലസ് 11 ആഡ് ചെയ്താൽ മതി. 34ഉം 11ഉം ആഡ് ചെയ്താൽ 45. വീണ്ടും അടുത്ത ടേം കിട്ടാൻ ഒരു 11 ആഡ് ചെയ്തു. 45ഉം 11ഉം 56. 5 ടേംസ് കിട്ടി. എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ബാക്കി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. തേർഡ് ടേം 43, സിക്സ്ത് ടേം 76. നമുക്ക് എഴുതി നോക്കാം. തേർഡ് ടേം 43, സിക്സ്ത് ടേം 76. നേരത്തത് അതേപോലെ തേർഡിൽ നിന്ന് സിക്സ്ത്തിലേക്ക് ചാടി. എത്ര കോമൺ ഡിഫറൻസ് ഉണ്ടാവും? 6 മൈനസ് 3 ചെയ്താൽ മതി. ഈ 6 എന്ന് ഈ 3 കുറച്ചു എന്ന് വെച്ചാൽ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ചാടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്ന ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് നോക്കുമ്പം 76 മൈനസ് 43 എന്ന് കിട്ടും. 76 മൈനസ് 43. 6 3 പോയാൽ 3, 7 4 പോയാൽ അവിടെ എന്താ കിട്ടുക? 3 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 33 എന്ന് കിട്ടും. 3 ടൈംസ് കോമൺ ഡിഫറൻസ് 33 ആണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 33 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 11. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. ഇനി തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് തേർഡ് ടേം ആയിട്ടുള്ള 43 ഞാനിവിടെ എഴുതി. ഫോർത്ത് ടേം ഉണ്ടായിരിക്കും, ഫിഫ്ത്ത് ടേം ഉണ്ടായിരിക്കും, പുറകോട്ട് സെക്കൻഡ് ടേം ഉണ്ടായിരിക്കും, ഫസ്റ്റ് ടേം ഉണ്ടായിരിക്കും. നോക്കിക്കോ, കോമൺ ഡിഫറൻസ് കൂട്ടി. 43ഉം 11ഉം കൂട്ടി 54 എന്ന് കിട്ടും. വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടി. 54നോട് 11 കൂട്ടി 65 എന്നുണ്ടായിരിക്കും. പുറകോട്ട് വരുമ്പോൾ 43ന്ന്
11 മൈനസ് ചെയ്യണം. 43 നിന്ന് 11 മൈനസ് ചെയ്താൽ 32 എന്നാണ് കിട്ടുക. വീണ്ടും പുറകോട്ട് 11 മൈനസ് ചെയ്യണം. 32 നിന്ന് 11 മൈനസ് ചെയ്താൽ 21 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 ടേംസ് കിട്ടി. 21, 32, 43, 54, 65. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഇനി തൊട്ടടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ടേം 2 ആൻഡ് ഫിഫ്ത്ത് ടേം 3 ചെയ്ത് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് ടേം 2, ഫിഫ്ത്ത് ടേം 3. നോക്കിക്കോ, ആദ്യം ഇവിടെ നിന്ന് ഇത്ര ചാടി നോക്കുക. 3 5ലേക്കാണ് പോയത്, വിച്ച് മീൻസ് 5 മൈനസ് 3 അല്ലേ. 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് ചാടിയത്. ഇവിടെ എന്തായിരുന്ന ഡിഫറൻസ് നോക്കുക. 3 മൈനസ് 2, 3 മൈനസ് 2 എത്രയാണ്? 1 ആണ്. എന്ന് വെച്ചാൽ 2 ടൈംസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 1/2. ഈ 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലെങ്കിൽ അരയാണ്. അര എന്ന് പറഞ്ഞാൽ നമുക്ക് 0.5 എന്ന് എഴുതാം. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി 0.5 ആണ് അല്ലേ. ഇനി നേരത്തെ പോലെ തേർഡ് ടേം ആണ് തന്നത്. 2 ആണ് തേർഡ് ടേം. ഫോർത്ത് ഉണ്ട്, ഫിഫ്ത്ത് ഉണ്ട്, പുറകോട്ട് സെക്കൻഡ് ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്. ഒന്ന് നോക്കി നോക്കാം. 2നോട് 0.5 കൂടി 2.5, വീണ്ടും 0.5 കൂടി, അപ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. പുറകോട്ട് വരുമ്പം 0.5 കുറഞ്ഞു, അപ്പം 1.5 എന്ന് കിട്ടും. വീണ്ടും പുറകോട്ട് വരുമ്പോൾ 0.5 കുറഞ്ഞു, അപ്പോൾ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പം 1.5, 2, 2.5, 3. ഇതാണ് ഫസ്റ്റ് 5 ടേംസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ടേം 8 ആണ്, നയൻത്ത് ടേം 10 ആണ്. നോക്കാം. ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 8, നയൻത്ത് ടേം ഈക്വൽ ടു 10. നോക്കിക്കേ, പൊസിഷനിൽ എന്ത് മാറ്റം ഉണ്ടായത്? 5 നിന്ന് 9 ആയിട്ടല്ലേ. അപ്പം 9 മൈനസ് 5 വിച്ച് മീൻസ് 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടോ? 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ നിങ്ങോട്ട് ചാടിയപ്പം 8 എന്ന് 10 ആയത്, വിച്ച് മീൻസ് 10 മൈനസ് 8, 2. അതാണ് അവിടെ വന്നൊരു ഡിഫറൻസ്. എന്ന് വെച്ചാൽ 4 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 4 ആവും. 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ് വെട്ടിക്കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ 0.5 ആണ്. അപ്പം ഇവിടെയും കോമൺ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 0.5 ആണ് കിട്ടിയത്. ഇനി നോക്കിക്കോ, നമുക്ക് തന്നിരിക്കുന്നത് ഫിഫ്ത്ത് ടേം ആണല്ലേ. അപ്പോൾ ഫിഫ്ത്ത് ടേം ഞാനിവിടെ എഴുതി 8 ആണ്. ഇനി ആദ്യത്തെ 5 ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒക്കെ പുറകോട്ടായിരിക്കും. ഫോർത്ത് ടേം, തേർഡ് ടേം, സെക്കൻഡ് ടേം, ഫസ്റ്റ് ടേം. ചെയ്യേണ്ട പരിപാടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 0.5 കുറയും. 0.5 കുറയാണ് പുറകോട്ട് വരുമ്പോൾ ചെയ്യാം. അപ്പം 7.5. തൊട്ട് മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും 0.5 കുറയും, 7 കിട്ടും. വീണ്ടും 0.5 കുറയും, 6.5. വീണ്ടും 0.5 കുറയും, 6 കിട്ടും. അപ്പോൾ ആദ്യത്തെ 5 ടേംസ് എന്ന് പറഞ്ഞാൽ 6, 6.5, 7, 7.5, 8. ഇനി നയൻത്ത് ടേം ഇത് തന്നെയാണ് നോക്കാം നമുക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 0.5 അല്ലേ കൂട്ടുക. അപ്പം സിക്സ്ത്ത് ടേം 8.5, സെവൻത്ത് ടേം 9 എന്ന് കിട്ടും, എയ്ത്ത് ടേം 9.5, 10th ടേം എന്ത് കിട്ടും? 10 കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഫിഫ്ത്ത് ടേം 7 ആണ്, അതുപോലെ സെവൻത്ത് ടേം 5 ആണ്. ചെയ്ത് നോക്കാം. ഫിഫ്ത്ത് ടേം 7, അതുപോലെ സെവൻത്ത് ടേം 5.
ഇതൊരു പ്രത്യേകതയുള്ള ടൈപ്പാണ്. നോക്കിക്കോ, 5th ടേം 7, ഇത് നേരെ തിരിച്ചിട്ടാണ് 7th ടേം 5. ഇവിടെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരിക -1 ആയിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ. എന്ന് വെച്ചാൽ പൊസിഷൻസും ടേംസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിക്കുകയാണെങ്കിൽ കോമൺ ഡിഫറൻസ് -1 വരാനേ അവിടെ ചാൻസ് ഉള്ളൂ. നോക്കി നോക്കാം, 5 7 വന്നു അല്ലേ? 5 7 വന്നാൽ 7 - 5, 7 - 5 എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പോൾ 2 ടൈംസ് ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തത്. ഇവിടെ 7 5 ശ്രദ്ധിക്കണം, കുറയാണ് ചെയ്തത് അല്ലേ? 7 5 വന്നു. അപ്പം ഇവിടെ 5 - 7th ടേം മൈനസ് 5th ടേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്? -2. അവിടെ -2 ആണ് ഡിഫറൻസ് വന്നത്. കോമൺ ഡിഫറൻസിലുള്ള ചേഞ്ച് എന്താണ്? 2D. അപ്പോൾ 2D ഈസ് ഈക്വൽ ടു -2 ആണ്. ഡിഫറൻസ് എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? -2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എത്രയായിരിക്കും? -1. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, -1. എങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കണേ, 5th ടേം 7 എന്ന് വന്നു, 7th ടേം 5 എന്ന് വന്നു. ഇതുപോലെ 10th ടേം ഒരു 20 എന്ന് വന്നു, 20th ടേം ഒരു 10 എന്ന് വന്നു. ഇവിടെ എന്തായിരിക്കും? -1 ആയിരിക്കും. 40th ടേം ഒരു 90 എന്ന് വന്നു, 90th ടേം ഒരു 40 എന്ന് വന്നു. ഇവിടെ എന്തായിരിക്കും കോമൺ ഡിഫറൻസ്? -1 ആയിരിക്കും. ഇത് നേരെ ഇങ്ങനെ വരുന്ന ആളുകൾ അല്ലേ. ഇനി നമുക്കെന്തായാലും ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കാം. നോക്കിക്കോ, തന്നിരിക്കുന്നത് 5th ടേം ആണ്. അപ്പോൾ 5th ടേം ഞാനിവിടെ എഴുതി 7 ആണ്. ഇനി പുറകിലായിട്ട് 4th ടേം ഉണ്ടായിരിക്കും, 3rd ടേം ഉണ്ടായിരിക്കും, 2nd ടേം ഉണ്ടായിരിക്കും, 1st ടേം ഉണ്ടായിരിക്കും. നോക്കാം. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കിക്കേ, 5th ടേമിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ കുറഞ്ഞല്ല വരുന്നത്, മുമ്പോട്ട് പോകുമ്പോൾ കുറഞ്ഞാണ് വരുന്നത്, പുറകോട്ട് വരുമ്പോൾ കൂടിയിട്ടാണ് വരിക. അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് -1 ആണെന്ന് പറഞ്ഞാൽ ഈ ടേമിൽ നിന്ന്, ഈ കാണുന്ന ടേമിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ -1 ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പുറകോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്ലസ് ചെയ്യേണ്ടി വരും, +1 ചെയ്യേണ്ടി വരും. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ പ്ലസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, +1. അപ്പോൾ ഇവിടെ 8 എന്ന് കിട്ടും. വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു +1 എത്ര കിട്ടുക? 9 എന്ന് കിട്ടും. വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു +1 10. വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു +1 എന്താ കിട്ടുക? 11 എന്ന് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് +1 ആണോ? അല്ല, -1 ആണ്. കോമൺ ഡിഫറൻസ് എപ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴാണ് നോക്കുക. ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ ചെയ്തു? -1 ചെയ്തു, -1 ചെയ്തു, -1 ചെയ്തു, -1 ചെയ്തു. ഇനി 5th ടേം കഴിഞ്ഞാൽ 6th ടേം എത്രയാണ്? 7 - 1 6 എന്ന് കിട്ടും. വീണ്ടും -1 5 എന്ന് കിട്ടും. അങ്ങനെ 7th ടേം 5 എന്ന് കിട്ടും. ഓക്കെ. സോ പേജ് നമ്പർ 16 എല്ലാ ചോദ്യങ്ങളും 15 എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു വീഡിയോയിൽ മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.